ഹലോ, A4 മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. കൃഷ്ണഗാഥ എന്ന ഒറ്റ കാവ്യം കൊണ്ട് തന്നെ മലയാളികളുടെ മുഴുവൻ ആരാധ്യപുരുഷനായി തീർന്ന ചെറുശ്ശേരി നമ്പൂതിരിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഒരിക്കൽ കോലത്തിരി രാജാവായ ഉദയവർമ്മനും ചെറുശ്ശേരി നമ്പൂതിരിയും കൂടെ ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കളി കണ്ടുകൊണ്ട് അടുത്തിരുന്ന രാജ്ഞി രാജാവ് തോൽക്കാറായെന്ന് കണ്ടപ്പോൾ കുഞ്ഞിനെ ഉറക്കാൻ താരാട്ട് പാടുകയാണെന്ന ഭാവത്തിൽ ഇങ്ങനെ പാടി: ഉന്തുന്തുന്തുന്തുന്തുൻ ആളെയുന്ത്. കാര്യം മനസ്സിലായ രാജാവ് ആളിനെ നീക്കി കളിയിൽ ജയിച്ചു. രാജ്ഞി പാടിയ ഈണത്തിൽ ഭാഗവതം ദശമസ്കന്ധത്തെ ഒരു കാവ്യമാക്കാൻ ചെറുശ്ശേരിയോട് ഉദയവർമ്മൻ ആവശ്യപ്പെട്ടു. മലയാളത്തിലെ പ്രാചീന കാവ്യങ്ങളിലൊന്നായ കൃഷ്ണഗാഥയുടെ ഉൽപ്പത്തി കഥയാണ് ഇത്. എന്നാൽ കൃഷ്ണഗാഥ എഴുതിയ ആളെക്കുറിച്ച് ഇന്നും തർക്കങ്ങൾ നിലനിൽക്കുന്നു. കൃഷ്ണഗാഥയുടെ രചയിതാവാണ് പൂനം നമ്പൂതിരിയാണെന്നും അല്ല ചെറുശ്ശേരിയാണെന്നും രണ്ടഭിപ്രായങ്ങൾ ഇന്നും നിലവിലുണ്ട്. കവി ജീവിച്ചിരുന്ന സ്ഥലം, ജീവിത കാലയളവ് എന്നിവയെപ്പറ്റി കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. 1446 65 കാലത്താണ് ഉദയവർമ്മൻ കോലത്ത് നാട് ഭരിച്ചിരുന്നത്. ഈ കാലഘട്ടത്തിലായിരിക്കണം കൃഷ്ണഗാഥ രചിക്കപ്പെട്ടത്. കൃഷ്ണഗാഥ വിശദമായി പരിശോധിച്ച പണ്ഡിതൻ ഉദയവർമ്മൻ എന്ന കോലത്ത് നാട്ട് രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് ചെറുശ്ശേരി ജീവിച്ചിരിക്കുന്നതെന്ന് കരുതപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് കാര്യമായ അറിവുകൾ ലഭ്യമല്ല. അക്കാലത്തെ ബ്രാഹ്മണ കവിതകൾ സംസ്കൃത ഭാഷയുടെ ആധിക്യമുള്ള മണിപ്രവാളത്തിലാണ് കവിതകൾ രചിക്കാറുണ്ടായിരുന്നത്. മറുവശത്താകട്ടെ തമിഴ് കലർന്ന പാട്ടുകളും. ഈ കാലത്താണ് ചെറുശ്ശേരി ശുദ്ധ മലയാള പദങ്ങളും ശൈലികളും ഉപയോഗിച്ച് കൃഷ്ണഗാഥ രചിക്കുന്നത്. ആദ്യകാലത്തെ ജനകീയ ഗാനങ്ങളായ നാടോടിപ്പാട്ടുകളിൽ പ്രയോഗിച്ചിരുന്ന വൃത്തത്തെ പരിഷ്കരിച്ചെടുത്തതാണ് കൃഷ്ണഗാഥയിലെ മുഖ്യവൃത്തം. ഗാഥ എന്നാൽ പാട്ട് എന്നാണ് അർത്ഥം. കൃഷ്ണഗാഥയിൽ ഉപയോഗിച്ചിരിക്കുന്ന മഞ്ചരി വൃത്തത്തെ ഗാഥാവൃത്തം എന്നും പറയപ്പെടുന്നു. ഭാഗവതം ദശമസ്കന്ധത്തിലെ കൃഷ്ണാവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥകളാണ് കൃഷ്ണഗാഥയിലെ പ്രതിപാദ്യ വിഷയം. ആകെ 47 അധ്യായങ്ങളാണ് കൃഷ്ണഗാഥയിലുള്ളത്. പാട്ട്, മണിപ്രവാളം എന്നീ വ്യത്യസ്ത രീതികൾ മലയാളത്തിൽ നിലനിന്ന കാലത്ത് രണ്ടിൻ്റെയും ഗുണവശങ്ങൾ കൂട്ടിച്ചേർക്കുകയായിരുന്നു കൃഷ്ണഗാഥയിലൂടെ ചെറുശ്ശേരി ചെയ്തത്. ഭക്തിപരമായ ഒരു ഇതിവൃത്തമാണ് സ്വീകരിച്ചത് എങ്കിലും പ്രതിപാദനം കൂടുതൽ കവിതാഭംഗി കലർന്നതും രസകരവും ആയിരിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചിരുന്നു. സ്വതസിദ്ധമായ ഫലിതം കാവ്യത്തെ മനോഹരമാക്കിയിട്ടുണ്ട്. സംസ്കൃത മഹാകാവ്യങ്ങളെ അനുകരിച്ച് സുദീർഘങ്ങളായ വർണ്ണനകൾ കൃതിയിൽ ഉടനീളമുണ്ട്. ഉപമ, ഉൽപ്രേക്ഷ മുതലായ അലങ്കാരങ്ങൾ നിരവധി തവണ പ്രയോഗിച്ചിട്ടുമുണ്ട്. ഏത് കാര്യം പ്രതിപാദിക്കുന്നതിനുള്ള കഴിവും മിഴിവും ലാളിത്യവുമുള്ള ഒരു വൃത്തമാണ് ഗാഥ അഥവാ മഞ്ചരി. എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ തുടങ്ങിയ പല കവികൾക്കും ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ പ്രചോദനമായിട്ടുണ്ട്. ലളിതവും മനോഹരവുമായ ഒരു ഭാഷാശൈലി ആവിഷ്കരിച്ച ചെറുശ്ശേരി മലയാള ഭാഷയുടെ കവിതാശൈലിയുടെയും നവോത്ഥാനത്തിന് വഴിതെളിയിച്ച ആദ്യത്തെ ജനകീയ കവിയാണെന്ന് നിസ്സംശയം പറയാം. സാധാരണക്കാരുടെ ഭാഷയോട് സാദൃശ്യമുള്ള ഒരു രീതിയിലാണ് കൃഷ്ണഗാഥ എഴുതിയിട്ടുള്ളത്. കൃഷ്ണഗാഥ നേടിയ ജനപ്രീതിക്ക് കാരണം ഭാഷയിലെ ഈ ജനകീയതയാണ്. ഒരിക്കൽ കോലത്ത് നാട്ടു രാജ്യത്തിൻ്റെ രാജധാനിയായ ചിറക്കലെ വലിയ കോവിലകത്ത് ഉദയവർമ്മ കോലത്തിരി രാജാവിൻ്റെ ഷഷ്ടിപൂർത്തി മഹോത്സവം ആഘോഷിക്കുകയാണ്. സഹൃദയരും പണ്ഡിത കവികളുമെല്ലാം സമ്മേളിച്ച് ഒരു ഭാഗത്ത് ചർച്ചകൾ നടത്തുകയായിരുന്നു. കൂട്ടത്തിൽ
ചെറുശ്ശേരിയെ ലക്ഷ്യമാക്കി. ചെറുശ്ശേരിയുടെ എരിശ്ശേരിയിൽ കഷ്ണങ്ങളൊന്നുമില്ലല്ലോ. ഫലിതം കേട്ട അതിനുള്ള പരിഹാസം മനസ്സിലാക്കി എല്ലാവരും ചിരിച്ചു. പക്ഷേ ചെറുശ്ശേരി ഉരുളയ്ക്കുപ്പേരി പോലെ തിരിച്ചടിച്ചു. ഇളക്കി നോക്കിയാൽ കാണാം. ചെറുശ്ശേരിയുടെ കാവ്യങ്ങളിലെ ഏതാനും വരികൾ. അതിക്രൂരമായൊരു മാനസം പൂണ്ടുള്ളോരക്രൂരനാകിയ യാദവൻ താൻ ചൊൽകൊണ്ടു നിന്നൊരു തേരിൽ കരേറിയ ദിക്കിനെ നോക്കി നടന്നാനപ്പോൾ. ഹലോ, ഇത്തരം അറിവുകൾ കലർന്ന വീഡിയോകൾ കാണുന്നതിലേക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.